أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتيناك سبعا من المثاني والقرآن العظيم. സ്നേഹധന്യരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, പഠന വിധേയമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് എന്നാണ്. ഖിറാഅത്ത് എന്ന പദത്തിൽ നിന്നാണ് ഖുർആൻ എന്ന പദമുണ്ടായത്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ പാരായണം, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു, യഖറഉ എന്ന് പറഞ്ഞാൽ വായിക്കുന്നു, ഇഖ്റഅ എന്ന് പറഞ്ഞാൽ നീ വായിക്കുക, ഖുർആൻ എന്നാൽ വായിക്കപ്പെടുന്നത്. ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ ഒന്നാമതായി എഴുതപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളെ ഏറ്റവും കൂടുതലായി ആവർത്തിച്ചും അധികമായുമൊക്കെ പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആമുഖമായി ഞാൻ ഓതിവച്ച വചനം 15-ാം അധ്യായം സൂറ ഹിജ്ർ 87-ാമത്തെ വചനമാണ്. വലഖദ് ആതൈനാക, തീർച്ചയായും നബിയെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, സബഅൻ മിനൽ മസാനി, ആവർത്തിത വചനങ്ങളിൽ നിന്നുള്ള 7 എണ്ണം, 7 ആവർത്തിത വചനങ്ങളും, വൽ ഖുർആനൽ അദീം, മഹത്തായ ഖുർആനും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞ 7 ആവർത്തിത വചനങ്ങൾ, മഹത്തായ ഖുർആൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിന്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിന്റെ സാര സർവസ്വം ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൃഷ്ടിയിലൂടെ സ്രഷ്ടാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഏകദൈവ സിദ്ധാന്തം, തൗഹീദ്, മരണാനന്തര ജീവിതം, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം, മുൻ സമുദായങ്ങളുടെ ചരിത്രം, ഇതെല്ലാം ചെറിയ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഒഴികെയുള്ള വിശുദ്ധ ഖുർആനിന്റെ ബാക്കിയുള്ള 113 അധ്യായങ്ങൾ, സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ, ആ 113 അധ്യായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ള മർമ്മപ്രധാനമായ വിഷയങ്ങളുടെ എല്ലാം ഒരു ചുരുക്കം, ഒരു സാരാംശം, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണമാണ്
ബാക്കിയുള്ള 113 അധ്യായങ്ങളിലായി കടന്നു വരുന്നത്. വിശ്വാസികളായ നാം ഓരോരുത്തരും 5 നേരത്തെ നമസ്കാരത്തിൽ ഒരു ദിവസം നിർബന്ധമായും 17 തവണ ഓരോ റക്അത്തുകളിലായി നിർബന്ധ നമസ്കാരങ്ങളിൽ 17 തവണ വിശ്വാസികൾ നിർബന്ധമായും ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരത്തും എല്ലാം ആയിക്കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിശ്വാസികൾ പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം നമ്മൾ പരിശോധിക്കുമ്പോൾ അനവധി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം എന്നാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭ അധ്യായം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അഥവാ മുസ്ഹഫുകളിൽ നാം അത് തുറന്നു നോക്കിയാൽ 1-ാമതായി എഴുതപ്പെട്ടിട്ടുള്ള അധ്യായം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹ എന്നും ഫാത്തിഹത്തുൽ കിതാബ് എന്നും ഈ സൂറത്തിന് പേര് പറയപ്പെടാനുള്ള കാരണം. ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ പ്രാരംഭം. സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭ അധ്യായം. ഈ പേര് വരാനുള്ള കാരണം വിശുദ്ധ ഖുർആനിന്റെ പാരായണ ക്രമമനുസരിച്ച് 1-ാമതായി കടന്നു വരുന്ന 1-ാമതായി എഴുതപ്പെട്ട അധ്യായം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ 1-ാമതായി അവതരിച്ച അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണോ? അല്ല. വിശുദ്ധ ഖുർആനിൽ 1-ാമതായി അവതരിച്ച അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിന്റെ 96-ാം അധ്യായം സൂറത്തുൽ അലഖാണ്. അപ്പോൾ അവതരണ ക്രമമനുസരിച്ച് 1-ാമത്തെ സൂറത്തായി കടന്നു വരുന്നത് സൂറത്തുൽ അലഖാണ്. 2-ാമത്തെ സൂറത്തായി കടന്നു വരുന്നത് ഖുർആനിന്റെ 68-ാം അധ്യായമായ സൂറത്തുൽ ഖലമാണ്. 3-ാമത്തെ അധ്യായമായി കടന്നു വരുന്നത് 73-ാം അധ്യായമായ സൂറത്തുൽ മുസ്സമ്മിലാണ്. 4-ാമത്തെ അധ്യായമായി കടന്നു വരുന്നത് 74-ാം അധ്യായമായ സൂറത്തുൽ മുദ്ദസ്സിറാണ്. 5-ാമത്തെ അധ്യായമായി കടന്നു വരുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഇങ്ങനെ അവതരണ ക്രമമനുസരിച്ച് നോക്കിയാൽ 1 സൂറത്തുൽ അലഖാണ്, 2 സൂറത്തുൽ ഖലമാണ്, 3 സൂറത്തുൽ മുസ്സമ്മിലാണ്, 4 സൂറത്തുൽ മുദ്ദസ്സിറാണ്, 5 സൂറത്തുൽ ഫാത്തിഹയാണ്. ഇങ്ങനെ അവതരണ ക്രമം. എന്നാൽ പാരായണ ക്രമമനുസരിച്ച് നോക്കിയാൽ 1-ാമത്തെ സൂറത്തായി സൂറത്തുൽ ഫാത്തിഹ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഫാത്തിഹ എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം. ഈ അധ്യായത്തിന്റെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ, അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ്. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മാതാവ്, സങ്കേതം, മർമ്മം, പ്രധാന ഭാഗം, ഉത്ഭവസ്ഥാനം എന്നിങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഉമ്മ് എന്ന പദം. അപ്പൊ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാതാവാണ്, ഖുർആനിന്റെ സങ്കേതമാണ്, ഖുർആനിന്റെ മർമ്മമാണ്, ഖുർആനിന്റെ പ്രധാന ഭാഗമാണ്. ആ നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും പേര് നൽകപ്പെടാനുള്ള കാരണം. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു നാമമാണ് അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം, ഖുർആന്റെ അടിത്തറയാണ് സൂറത്തുൽ ഫാത്തിഹ. മറ്റൊരു നാമമാണ് സൂറത്തുസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ അധ്യായം. എന്തുകൊണ്ട് നമസ്കാരത്തിന്റെ അധ്യായം എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് നൽകപ്പെട്ടു? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അവൻ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാതെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം അപൂർണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അധ്യായം എന്ന നിലക്ക് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുസ് സ്വലാത്ത് എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പേരാണ് സൂറത്തുൽ കൻസ്. കൻസ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം, നിധി എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന നിലക്കാണ് സൂറത്തുൽ കൻസ് എന്ന് ഈ അധ്യായത്തിന് പേര് നൽകപ്പെടാനുള്ള കാരണം. മറ്റൊരു പേരാണ് സൂറത്തുൽ കാഫിയ, അതുപോലെ തന്നെ
മതിയായത്, പൂർണ്ണമായത് എന്നൊക്കെയാണ് ആ പദങ്ങളുടെ അർത്ഥം. ഒരാൾ മനസ്സിലെത്തി പഠിക്കാൻ തയ്യാറായാൽ ഈ സൂറത്ത് തന്നെ എമ്പാടും മതിയായതാണ് എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹക്ക് കാഫിയ, വാഫിയ എന്നീ പേരുകൾ നൽകപ്പെടാനുള്ള കാരണം. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു നാമമാണ് സൂറത്തുൽ ഹംദ്, സ്തുതികീർത്തനത്തിന്റെ അധ്യായം. ഈ അധ്യായം തുടങ്ങുന്നത് ബിസ്മി കഴിഞ്ഞാൽ ഒന്നാമത്തെ ആയത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് തുടങ്ങുന്നത് അല്ലാഹുവിനെ തഹ്മീദുകൾ അർപ്പിച്ചുകൊണ്ട്, സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട്. ആ നിലയ്ക്ക് സൂറത്തുൽ ഹംദ്, സ്തുതികീർത്തനത്തിന്റെ അധ്യായം എന്ന് സൂറത്തുൽ ഫാത്തിഹക്ക് പേര് നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പേരാണ് സൂറത്തുൽ ശുക്ർ. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി. ഈ അധ്യായം ഒരു വിശ്വാസി പാരായണം ചെയ്യുന്നത് അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുൽ ശുക്ർ എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം. ഈ അധ്യായത്തിന്റെ മറ്റൊരു നാമമാണ് സൂറത്തുൽ ദുആ, പ്രാർത്ഥനയുടെ അധ്യായം. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മുതൽ അവിടെ അങ്ങോട്ട് പ്രാർത്ഥനാ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് സൂറത്തുൽ ദുആ, പ്രാർത്ഥനയുടെ അധ്യായം എന്നും ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു നാമമാണ് സൂറത്തുൽ ഷാഫിയ. ഷാഫി, ശിഫ, ശമനം, രോഗശമനം. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഹിയ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിച്ചിരിക്കുന്നു, നാം ഇറക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്കത് ഹുദയാണ്, നിങ്ങൾക്കത് റഹ്മത്താണ്, നിങ്ങൾക്കത് ശിഫയാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശിഫയാണ്, ശമനമാണ് ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് ഓതി തരുന്നുണ്ട്. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ രോഗശമനത്തിന്റെ അധ്യായം. രാത്രി ഉറങ്ങാൻ നേരത്തടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദാത്തുകൾ ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ അടക്കം ഓതി പ്രവാചകന്റെ കൈകളിൽ ഊതി ശരീരമാസകലം പ്രവാചകൻ തടവുകയും പ്രവാചകന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ പ്രവാചകന് സ്വയം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്തതായും ഹദീസുകളിൽ നമുക്ക് കാണാം. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ നിരവധി അനവധി പേരുകളിൽ അറിയപ്പെടുന്ന, ഒരുപാട് മഹത്വം ഉൾക്കൊള്ളുന്ന, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ് ബാക്കിയുള്ള 113 അധ്യായങ്ങളിലും കടന്നു വരുന്നത്. അഥവാ ബഖറ മുതൽ നാസ് വരെയുള്ള 113 അധ്യായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ള മുഴുവൻ വിശദീകരണത്തിന്റെയും ചെറിയ ഒരു രൂപം സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്രമാത്രം മഹത്വമേറിയ ഈ അധ്യായം നിർബന്ധമായും 17 തവണ ഞാനും നിങ്ങളും പാരായണം ചെയ്യുമ്പോൾ ഇത്രമാത്രം ഘനപ്പെട്ട, വിലപ്പെട്ട, മഹത്വമേറിയ, ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണല്ലോ ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഫർദ് നമസ്കാരത്തിലോ സുന്നത്ത് നമസ്കാരത്തിലോ അതല്ലാത്ത സന്ദർഭങ്ങളിലോ പാരായണം ചെയ്യാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. നമസ്കരിക്കാൻ കൈകെട്ടി നിന്നാൽ 1 മിനിറ്റ് കൊണ്ട്, 1/2 മിനിറ്റ് കൊണ്ട്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി അതിന്റെ മഅന മനസ്സിലാക്കാതെ, ആശയം ഉൾക്കൊള്ളാതെ, അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകാതെ, വെറുതെ നാവിൻ തുമ്പിലൂടെ മാത്രം ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞു. അതാണ് ഞാൻ
ഓതി വെച്ചത് വലഖദ ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. നബിയെ, തീർച്ചയായും താങ്കൾക്ക് നാം 7 ആവർത്തിത വചനങ്ങളും മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു. 7 ആവർത്തിത വചനങ്ങൾ എന്ന് പറഞ്ഞത്, മഹത്തായ ഖുർആൻ എന്ന് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഈ അധ്യായം ഒരിക്കലും കൽബിൽ തട്ടാതെ വെറുതെ പാരായണം ചെയ്തു പോകേണ്ട ഒരു അധ്യായമല്ല. മഹാനായ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാനും പ്രവാചകരും പള്ളിയിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം. പ്രവാചകൻ ആ സ്വഹാബിയോട് പറയുകയാണ്, ഏറ്റവും മഹത്തായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ സ്വഹാബി പോയിട്ട് പ്രവാചകനെ ഓർമ്മിപ്പിച്ചു, ഇശാറത്ത് ചെയ്തു, നബിയെ, എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും മഹത്തായ സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ അസ്സബ്ഉൽ മതാനി വൽ ഖുർആനൽ അദീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന അധ്യായം അഥവാ സൂറത്തുൽ ഫാത്തിഹ, അതാണ് 7 ആവർത്തിത വചനങ്ങൾ, അതാണ് മഹത്തായ ഖുർആൻ, ഖുർആനിലെ മഹത്തായ സൂറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും ബുഖാരിയും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഉമ്മുൽ ഖുർആൻ ഹിയ അസ്സബ്ഉൽ മസാനി വൽ ഖുർആനൽ അദീം. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ്. ഹിയ അസ്സബ്ഉൽ മസാനി വൽ ഖുർആനൽ അദീം, അതാണ് 7 ആവർത്തിത വചനങ്ങൾ, അതാണ് മഹത്തായ ഖുർആൻ. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻസിലത് സബ്ഉൻ മിനൽ ആയാതി ലം തുനസ്സൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ ഹിയ അൽ ഫാത്തിഹത്തുൽ കിതാബ്. പ്രവാചകൻ പറയുകയാണ്, 7 വചനങ്ങൾ എന്റെ മേൽ അവതരിക്കപ്പെട്ടു, എന്റെ മേൽ ഇറക്കപ്പെട്ടു. ലം തുനസ്സൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ, മുൻവേദ ഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇൻജീലിലും അവതരിച്ചിട്ടില്ലാത്ത 7 വചനങ്ങൾ എന്റെ മേൽ അവതരിക്കുകയുണ്ടായി. ഹിയ അൽ ഫാത്തിഹത്തുൽ കിതാബ്, അതാണ് ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സദസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വലിയ ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദം കേട്ടപ്പോൾ ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇതാ ആകാശത്തിന്റെ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു, ഇതിനു മുമ്പ് ഒരിക്കലും ആ കവാടം തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആ കവാടത്തിൽ നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരികയും, ഇതാ പ്രവാചകരെ, താങ്കൾക്ക് മഹത്തായ 2 പ്രകാശം നൽകിയിരിക്കുന്നു, മുമ്പ് ഒരാൾക്കും നൽകിയിട്ടില്ല, ഒരു പ്രവാചകരും നൽകിയിട്ടില്ല, ഒരു വേദഗ്രന്ഥത്തിലും അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള 2 പ്രകാശങ്ങൾ പ്രവാചകരെ താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിരിക്കുന്നു എന്ന് ആ മലക്ക് പറയുകയും ചെയ്തു. ആ 2 പ്രകാശങ്ങളിൽ ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളാണ്. ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ്. 2 പ്രകാശങ്ങളിൽ ഒരു പ്രകാശം ഒരു പ്രവാചകനും നൽകിയിട്ടില്ലാത്ത, ഒരു വേദഗ്രന്ഥത്തിലും ഇറക്കിയിട്ടില്ലാത്ത അത്രമാത്രം മഹത്വമേറിയ വചനങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. ഈ ഫാത്തിഹ നമസ്കാരത്തിൽ നാം എങ്ങനെ പാരായണം ചെയ്യണം? ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്, ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി നിസ്ഫുഹാ ലി വനിസ്ഫുഹാ വലി അബ്ദി. ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ 2 പകുതിയായി പകുത്തിരിക്കുന്നു. 2ആയി നമസ്കാരത്തെ അല്ലാഹു വിഭജിച്ചു.
എന്നിട്ട് അള്ളാഹു പറയുകയാണ്, പകുതി എനിക്കുള്ളതാണ്, പകുതി എന്റെ അടിമക്കുള്ളതാണ്. പകുതി അള്ളക്കുള്ളതാണ്, പകുതി അവന്റെ അടിമകൾക്കുള്ളതാണ്. ഇങ്ങനെ നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പകുതിയാക്കി പകുത്തിയിരിക്കുന്നു, അഥവാ വിഭജിച്ചിരിക്കുന്നു. ഇനി നമസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഖിബലക്ക് നേരെ തിരിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫൈദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു അടിമ നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണ്, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്, ഹമിദനി അബ്ദി. ഇതാണ് ഫാത്തിഹ. എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ ഒരാൾ നമസ്കാരം നിർവഹിക്കുകയാണ്. ഏത് നാട്ടിലാകട്ടെ, പള്ളിയിലാകട്ടെ, മറ്റേതെങ്കിലും പ്രദേശത്ത് വെച്ചാകട്ടെ, എവിടെയാകട്ടെ, ഒരു അടിമ നമസ്കാരത്തിൽ പ്രവേശിച്ച് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, അർത്ഥമറിയാതെ, മഅന മനസ്സിലാക്കാതെ, ആശയം ഉൾക്കൊള്ളാതെ ഒറ്റ ശ്വാസത്തിൽ ഓടിപ്പോകേണ്ട സൂറത്തല്ല സൂറത്തുൽ ഫാത്തിഹ. ഞാൻ ഫാത്തിഹ ഓതുമ്പോൾ എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുന്നുണ്ട്. ഞാൻ ഓരോ ആയത്ത് ഓതുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നുണ്ട്. അവന്റെ സമീപസ്ഥരായ മലക്കുകളോട് അഭിമാനത്തോടെ എന്നെ പറ്റി എന്റെ റബ്ബ് എടുത്തു പറയുന്നു. എപ്പോ? നമസ്കാരത്തിൽ ഞാൻ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ. ചില്ലറ കാര്യമാണ്. നമസ്കാരത്തിൽ ഞാൻ ഓതുമ്പോൾ അല്ലാഹ് പറയുകയാണ്, ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി, ഇന്ന ആണ്, ഇന്ന പെണ്ണ്, ഇന്ന കുട്ടി, ഇന്ന വ്യക്തി, ഇതാ ഹമിദനി അബ്ദി. മലക്കുകളോട് അല്ലാഹ് വിളിച്ചു പറയാ, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹുവിന്റെ ഇടപെടൽ, അല്ലാഹുവിന്റെ പ്രതികരണം, അല്ലാഹുവിന്റെ മറുപടി, അല്ലാഹു അഭിമാനം കൊള്ളുന്നു എന്നെയും നിങ്ങളെയും പറ്റി. ആരെ പറ്റി? നമസ്കരിക്കുന്ന, നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്ന ആളുകളെ പറ്റി അല്ലാഹ് പറയുന്നു, ഹമിദനി അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഫൈദാ ഖാലൽ അബ്ദു, അടിമ വീണ്ടും പറയുകയാണ്, അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായവൻ, പരമകാരുണ്യകനും കരുണാനിധിയുമായവനെന്ന് ഒരാൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ നമസ്കാരത്തിൽ 17 തവണ നിർബന്ധമായിട്ടുമാണല്ലോ. 5 വഖത്ത് നമസ്കാരങ്ങൾ 17 റക്അത്തുകൾ നിർബന്ധമായിട്ടും ഒരു ദിവസം 17 തവണ നീ ഫാത്തിഹ ഓതുമ്പോൾ ഒരു ഫാത്തിഹയിലെങ്കിലും ഈ ചിന്തയോടുകൂടി ഖുർആൻ ഓതാൻ, ഫാത്തിഹ ഓതാൻ, നമസ്കാരം നിർവഹിക്കാൻ മുസ്ലിമീങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അർ-റഹ്മാൻ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹ് പറയുന്നു, അസ്നാ അലയ്യ അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ഉടമസ്ഥനാണവൻ, രാജാവാണവൻ, മാലിക്കാണവൻ എന്ന് ഒരാൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, മജ്ജദനി അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വഖാല മർറതൻ, മറ്റൊരിക്കൽ അല്ലാഹു പറഞ്ഞത്, ഫവ്വദ ഇലയ്യ അബ്ദി, എന്റെ അടിമ എല്ലാ കാര്യങ്ങളും എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്റെ അടിമ എല്ലാം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതണം മുസ്ലിമേ. അല്ലാഹു പറയണ നീ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു,
മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞത് എന്റെ അടിമ എല്ലാ കാര്യവും എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന. എന്നിട്ട് പള്ളിയിൽ പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ പോയ ജാറത്തിലേക്കാ. അവന്റെ നമസ്കാരം തന്നെ ശരിയായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്, ഫാത്തിഹ തന്നെ ശരിയായിട്ടില്ല എന്നതിന്റെ തെളിവ്, ഫാത്തിഹയുടെ പോലും മഅന മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവ്. അള്ളാഹു പറയുന്ന മലക്കളോട് ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന അടിമ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചു. പിന്നെന്തിനാ ജാറത്തിൽ പോയത്? പിന്നെന്തിനാ കയ്യാനെടുക്കൽ പോയത്? പിന്നെന്തിനാ ജോത്സ്യരെ കാണാൻ പോയത്? പിന്നെ എന്തിനാ നൂല് കൊണ്ടുവന്ന് കെട്ടിയത്? പിന്നെ എന്തിനാ ഏലസ് കൊണ്ടുവന്ന് മക്കൾക്ക് കെട്ടിക്കൊടുത്തത്? പിന്നെ എന്തിനാ തകിട് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്? പിന്നെ എന്തിനാ ഏർവാടിയിലും അവിടെ ഇവിടെയും പോയി അവിടുന്ന് പൂജിച്ചു കൊണ്ടുവന്ന് അതിങ്ങനെ ഫ്രെയിം ചെയ്ത് നിന്റെ വീട്ടിൽ നിന്റെ ഷോപ്പിൽ നീ കൊണ്ടുവന്ന് വെച്ചു? കാരണം ഫാത്തിഹ പോലും നീ പഠിച്ചില്ല, നിന്റെ നമസ്കാരം പോലും ശരിയായില്ല. ഫാത്തിഹയുടെ മഅനയെങ്കിലും മനസ്സിലാക്കി ഒരു തവണയെങ്കിലും പാരായണം ചെയ്താൽ ഒരിക്കലും അവൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോവുകയില്ല. മാലിക് യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, ഇതാ എന്റെ അടിമ എല്ലാ കാര്യങ്ങളും എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെയോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ഒരു ആയത്തെങ്കിലും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിനക്കാണ് ഞങ്ങൾ ഇബാദത്ത് നൽകുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകണം. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്. അതുകൊണ്ട് ഇബാദത്താകുന്ന ദുആ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അവ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പഠിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവോടല്ലാതെ അവൻ തേടില്ല, ഒരു മുഹദ്ദീസയോട് സഹായം ചോദിക്കില്ല, അമ്പിയാക്കളെ രക്ഷിക്കണേ എന്ന് പറയില്ല. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ഖബറുകളിൽ പോയി അവിടെ പോയി അവൻ നേർച്ചയാക്കില്ല, അവിടെ പോയി സങ്കടം പറയില്ല. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇത് നിസ്കാരത്തിൽ ഓതുമ്പോ അല്ലാഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണല്ലോ? ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅല, ഇതാ ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണിത്, ഒരു കരാർ. ഇതാണ് നമസ്കാരം, ഇതാണ് ഫാത്തിഹ. കൊല്ലത്രായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? മദ്രസയില് പോകുന്ന കാലം മുതൽ അല്ല, 2 വയസ്സുള്ളപ്പോ തൊട്ട് ഉമ്മാന്റെ നിസ്കാര പായയിൽ കിടന്ന് തലകുത്തി മറിയാൻ തുടങ്ങിയതാ അല്ലെ? 60 വയസ്സുള്ള ഒരു മനുഷ്യനെന്ന് ആലോചിച്ചു നോക്ക്. 19 കൊല്ലായില്ലേ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും കൊല്ലത്തിന്റെ അടുത്ത് ഒരിക്കലെങ്കിലും ഈ നിലക്ക് ഫാത്തിഹയുടെ ആശയം ഉൾക്കൊണ്ട് ഒരു റക്അത്തിലെങ്കിലും ഫാത്തിഹ ഓതാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു പറയണ്ട, ഞാനും എന്റെ അടിമയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. നിസ്കാരത്തിലെ ഫാത്തിഹ ഓതുമ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോ അല്ലാഹു പറയാ, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണിത്. എന്താ എഗ്രിമെന്റ്? അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ ഈ എഗ്രിമെന്റ് അള്ളാഹുവായിട്ട് നമ്മൾ ഈ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അല്ലാത്തവരുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു പോകുന്ന മനുഷ്യന്മാരുടെ, മുസ്ലിമീങ്ങളായ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ധൈര്യാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അല്ലാഹു പറയും, ഈ എഗ്രിമെന്റിൽ ഏർപ്പെട്ടത് കൊണ്ട്, ഈ കരാർ അവൻ പാലിച്ചാൽ അല്ലാഹു പറയാ വലി അബ്ദി മാ സഅല, ഇനി എന്താണോ എന്റെ അടിമ എന്നോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് അവനുണ്ട്. അള്ളാന്റെ കരാറാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനം. ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടത് കൊണ്ട് എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അതവനുണ്ട്, തരും. അള്ളാഹു തരാമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ മാർഗത്തിലൂടെ, ചൊവ്വായ പാതാവിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച
നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയായ യഹൂദികളുടെ, ജൂതന്മാരുടെ മാർഗത്തിലല്ല, വലദ്ദാല്ലീൻ, വഴിപിഴച്ചുപോയ നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തിലുമല്ല. ഇതാണ് പ്രാർത്ഥന, അവസാന പ്രാർത്ഥനയാണ്. വലദ്ദാല്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ അവസാനിച്ചു. ഖുർആൻ എടുത്തു നോക്കിയാൽ ആമീൻ അതിൽ കാണില്ല. ഇതിന്റെ അവസാനം പ്രാർത്ഥനാ രൂപത്തിലായതുകൊണ്ട് ഇത് ഓതിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. സ്വഹാബത്തും ആമീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ആമീൻ എന്ന് പറയണം. മുൻകഴിഞ്ഞ ചെറുപാപങ്ങളെല്ലാം ആമീനിലൂടെ പൊറുക്കപ്പെടുന്ന ഇമാം ആമീൻ പറയുന്നു, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു, മലക്കുകൾ ആമീൻ പറയുന്നു. മലക്കുകളുടെ ആമീനും നിങ്ങളുടെ ആമീനും ഒരുമിച്ച് വന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് ചോദിക്കണം നമ്മൾ അല്ലാഹുവോട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയാ വലിയ അബദി മാസാല, എന്താണോ എന്റെ അടിമ ചോദിച്ചത് അത് അവനുണ്ട്. ഹിദായത്ത് അത് പടച്ചോരിൽ നിന്നല്ലാണ്ട് കിട്ടൂല. ഹിദായത്ത് തരാൻ അള്ളക്കല്ലാണ്ട് കഴിയില്ല. ആർക്കെങ്കിലും കഴിയോ? CM മടവൂരാണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. മുഹദ്ദി ശൈഖാണ് ഹിദായത്ത് കൊടുക്കുന്നവർ എന്ന് വാദിക്കുന്നവരുണ്ട്. ഖുതുബിയത്തിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട് എന്താ? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹയ്യദ്ദീൻ. മുഹദ്ദി ശൈഖിനെ വിളിച്ചിട്ട് പറയാ, ശൈഖേ അങ്ങ് ഹിദായത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു. അങ്ങ് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ കൂടി പ്രവേശിപ്പിക്കണേ. അതിന്റെ മാലിക് അങ്ങാണെന്ന, അതിന്റെ അധികാരം, ഉടമസ്ഥാവകാശം അല്ലാഹു താങ്കൾക്ക് നൽകിയിരിക്കാൻ. അതുകൊണ്ട് ശൈഖേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലും ഹിദായത്ത് നൽകണേന്നാ. ഖുർആനിന് നേരെ എതിര്, ഫാത്തിഹയ്ക്ക് നേരെ എതിര്, ഇസ്ലാം പഠിപ്പിച്ചതിനെതിരെ ഇങ്ങനെ പോകുന്നു നമ്മിൽ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും അവസ്ഥ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ മതി. ഈ ഫാത്തിഹയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ബാക്കിയുള്ള 113 അധ്യായങ്ങളിൽ. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ 113 അധ്യായങ്ങളിൽ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. ഇങ്ങനെ ഫാത്തിഹയെ പഠിച്ച് മനസ്സിലാക്കി നമസ്കാരത്തിന് ഓതണം. അള്ളാഹു കേൾക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. എന്റെ ഓരോ ആയത്ത് ഞാൻ ഓതുമ്പോഴും അള്ളാഹു അഭിമാനം കൊള്ളുന്നുണ്ട്. മലക്കുകളോട് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചത് തരാമെന്ന് അള്ളാഹു മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിലക്ക് നമസ്കാരം നിർവഹിക്കണം. കൈകെട്ടി നിൽക്കുമ്പോൾ ആരൊക്കെ പൈസ തരാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, മറന്നുപോയ സകല കാര്യവും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഓർമ്മ വരാ. ആ ജാതി നമസ്കാരക്കാരായി നമ്മൾ മാറാൻ പാടില്ല. മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞത് എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണം. അവൻ നമസ്കാരം അള്ളാഹനെ ഓർക്കാൻ വേണ്ടിയുള്ള അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, അഭിമുഖ സംഭാഷണം, അതാണ് നമസ്കാരം. ഞാൻ നിൽക്കുന്നത് എന്റെ റബ്ബിന്റെ മുന്നിലാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോടാണ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കി ഞാൻ അള്ളാഹുമായി ആ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി നമസ്കാരം നിർവഹിക്കാൻ, ഫാത്തിഹ ഓതാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഫാത്തിഹ എങ്കിലും നമ്മൾ പഠിക്കുക. മുമ്പൊക്കെ ഖുർആൻ അർത്ഥം പഠിക്കേണ്ടതില്ല, ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല. ആകെ പഠിക്കേണ്ടത് ഫാത്തിഹ മാത്രം. കാരണം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണല്ലോ, അതിന്റെ പോലും അർത്ഥം പഠിക്കണ്ട എന്ന് പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുക. എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരാനന്തരം ഈ പള്ളിയിൽ ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ വെച്ച് പുരുഷന്മാരായ ആളുകൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തി ഖുർആൻ പഠിച്ച് നല്ല മക്കളായി ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചുകൊണ്ട് മുന്നേറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.